നിത്യത ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവസഭയുടെ ആമേൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനത്തിൻ്റെ അവരുടെ വിശ്വാസ യാത്രകൾക്കിടയിൽ സ്തോത്രം ഒട്ടനവധി നന്മകൾ ദൈവം നൽകി കൊടുക്കാറുണ്ട്. ആമേൻ. ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഈ ലോകവാസത്തിൻ്റെ നടുവിൽ ഒട്ടനവധി നന്മകളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരാറുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം നൽകി തരുന്ന നന്മകൾക്കകത്തൊതുങ്ങി, ആമേൻ, ദൈവം നൽകി തരുന്ന സ്തോത്രം ദൈവിക നന്മകൾക്കകത്തൊതുങ്ങി നന്മ നൽകി തരുന്ന ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കേൾക്കണമേ സഹോദരങ്ങളെ, ആമേൻ, ദൈവം സ്തോത്രം നൽകി തരുന്ന നന്മകളെ മുറുകെ പിടിച്ച് നന്മകളും അനുഗ്രഹങ്ങളും നൽകി തന്ന സ്തോത്ര ദൈവത്തെ ആമേൻ വിട്ടുകളയുന്ന ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ക്രമത്തിൽ നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ സ്തോത്രം നമ്മുടെ വിശ്വാസ യാത്രയിൽ വേഗത കുറയുവാനിടയായിത്തീരും. ആമേൻ. ഈ പ്രതികൂലത്തിന്റെ കാലഘട്ടങ്ങളിൽ സ്തോത്രം, ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ സ്തോത്രം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വേഗത കുറയുവാനല്ല, ആത്മീക ജീവിതത്തിന് വേഗത കുറയുവാനല്ല, ഈ ദിവസങ്ങളിൽ സ്തോത്രം വേഗത വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ സ്തോത്രം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കപ്പെട്ട യേശുക്രിസ്തുവിനാൽ സ്തോത്രം ജീവിതം നയിക്കപ്പെടുന്ന ഓരോ മനുഷ്യനും, ഓരോ വ്യക്തിയും, അതെ, ഓരോ സഹോദരനും ഓരോ സഹോദരിയും അവരുടെ ആത്മീക ജീവിതത്തിന്റെ വേഗത വർദ്ധിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതേ സഹോദരങ്ങളെ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കുറയരുത്. ആമേൻ. ആരാധന കുറയരുത്. സ്തോത്രം, വിശ്വാസം കുറയരുത്. ആത്മീക ജീവിതത്തിൽ ഒരു ഭാഗം പോലും തളർന്നു പോകാതെ വണ്ണം ഈ ദിവസങ്ങളിൽ മുന്നേറണമെന്ന വേഗതയിൽ, ഇതുവരെ ഇല്ലാത്ത വേഗതയിൽ മുന്നേറണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. സ്തോത്രം. അതുപോലെ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമത്യോസ്, തന്റെ ആത്മീക മകനായ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനത്തിൽ, ഒന്നാം അധ്യായത്തിൽ പരിശുദ്ധയാത്മ പറയുകയാണ്, നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി നല്ല യുദ്ധ സേവ ചെയ്യുക. ഹല്ലേലൂയ. ചിലർ തങ്ങളുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹല്ലേലൂയ. അലക്സാണ്ടർ ഹുമനയോസും അക്കൂട്ടത്തിലുള്ളവരാകുന്നു. ഈ പ്രഭാതത്തിൽ കേൾക്കണമേ സഹോദരങ്ങളെ, ഓ സ്തോത്രം, യേശു ക്രിസ്തുവിനെ വിട്ട് ആമേ സ്തോത്രം യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ കുറവ് വരുന്നുവെങ്കിൽ ഒന്നാമതായി നമ്മുടെ വിശ്വാസ യാത്രയുടെ സ്പീഡ് കുറയുവാനിടയായിത്തീരും, വേഗത കുറയുവാനിടയായിത്തീരും. സ്തോത്രം. രണ്ടാമതായി സ്തോത്രം, നല്ല മനസാക്ഷി തള്ളിക്കളയുന്നുവെങ്കിൽ ആമേൻ വിശ്വാസ കപ്പൽ തകർന്നു പോകുവാനിടയായിത്തീരും. ആമേൻ. ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അതേ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ സ്തോത്രം ആത്മീക ജീവിതം നയിക്കുന്ന ക്രിസ്തുവിൽ സ്തോത്രം പങ്കാളിത്തമുള്ള യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ ഒരിടത്തും സ്തോത്രം തളർന്നു പോകരുത്. ആമേൻ. സ്തോത്രം. ഒരിടത്തും തങ്ങളുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. ഓ സ്തോത്രം, തകർന്നു പോകാതിരിക്കണമെങ്കിൽ വേദപുസ്തകം പറയുന്നു, നല്ല മനസാക്ഷി തള്ളപ്പെട്ടു പോകരുത്. സ്തോത്രം. അതത്രേ പൗലോസ്ലീഗ റോമാലേഖനത്തിൽ 12-ാം അധ്യായം ആമേൻ സ്തോത്രം 1-2 ഭാഗങ്ങൾ, 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ തിരുവെടുത്ത് പറയുകയാണ്, ഓ സ്തോത്രം, ഈ ലോകത്തിന് അനുരൂപമാകാതെ ആമേൻ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സ്തോത്രം. നല്ല മനസാക്ഷിക്ക് ഉടമകളായി തീരണമെങ്കിൽ, സ്തോത്രം, നല്ല മനസാക്ഷിയുള്ളവരായി ജീവിക്കണമെങ്കിൽ വേദപുസ്തകം പറയുന്നു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല മനസാക്ഷി കീപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ. നല്ല മനസാക്ഷി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിലാണ് ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്നത്, അവനിലാണ് ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണത വെളിപ്പെടുന്നത്. അതേ സഹോദരങ്ങളെ, ഓ സ്തോത്രം, ഓരോ നിമിഷവും സ്തോത്രം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഓരോ നിമിഷവും ദൈവാത്മാവിനാൽ നമ്മുടെ ആത്മീക ജീവിതത്തെ പുതുക്കുന്ന ഒരു ആത്മീക ജീവിതത്തിനുടമകളായി ഞാനും നിങ്ങളും തീരുമ്പോഴാണ് പൂർണ്ണതയുള്ള ദൈവഹിതത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയരെ ശ്രദ്ധിച്ചേ. സ്തോത്രം. ഓരോ നിമിഷവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു ജീവിതം നമ്മിൽ ഇല്ലെങ്കിൽ സ്തോത്രം, ഓ സ്തോത്രം, ആമേൻ, നല്ല മനസാക്ഷിക്ക് ഉടമകളായി തീരുവാൻ കഴിയത്തില്ല. അതെ, ഈ പ്രഭാതത്തിൽ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്ന
ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളും, ഓരോ സ്തോത്രം സഹോദരന്മാരും, ഓരോ സഹോദരികളും ഈ പ്രഭാതത്തിൽ സ്തോത്രം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടട്ടെ. അകത്തളങ്ങളിലെ സ്തോത്രം എല്ലാ കയ്പും എടുത്തു കളയട്ടെ, എല്ലാ പകയും സ്തോത്രം ആമേൻ എടുത്തു മാറ്റപ്പെടട്ടെ. ജഡത്തിന്റെ പ്രവർത്തികളെ തള്ളിക്കളഞ്ഞ് ആത്മാവിന്റെ പ്രവർത്തികളെ സ്വീകരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ സ്തോത്രം ആമേൻ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. പ്രതിസന്ധികളെ കണ്ട് സ്തോത്രം ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്ന ഈ പ്രതികൂലത്തിന്റെ നാളുകളെ കണ്ട് സ്തോത്രം വാഗ്ദത്തങ്ങൾ തള്ളപ്പെട്ടു പോകുമോ, വാഗ്ദത്തങ്ങൾ വെളിപ്പെടാതെ പോകുമോ? ഒട്ടനവധി ദൈവ ശബ്ദങ്ങൾ കേട്ട വ്യക്തിയാണ്. ആമേ സ്തോത്രം. ഞാൻ ഒട്ടനവധി ദൈവത്തിന്റെ ഇടപെടലുകൾ കണ്ട വ്യക്തിയാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വെളിപ്പെടുവാൻ സാധ്യതയില്ലാത്ത അന്തരീക്ഷങ്ങൾ എന്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് ഭാരത്തോടെ, വേദനയോടെ ആരെങ്കിലും ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ കാത്തിരിക്കുന്നുവെങ്കിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ശക്തിയോടെ ഇടപെടുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങൾ ക്രിസ്തുവിൽ സ്തോത്രം ആശ്രയിച്ച് നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, അതെ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം മുന്നോട്ട് പോകുന്നുവെങ്കിൽ, അതെ പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ആത്മീക ജീവിതം നീ നയിക്കുന്നുവെങ്കിൽ, പരിശുദ്ധയാത്മ പറയുന്നു ഈ പ്രതിസന്ധികൾ സ്തോത്രം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന വാഗ്ദത്തങ്ങളുടെ വാതിലുകൾ തുറക്കുന്ന വഴിയാക്കി ദൈവാത്മാവ് മാറ്റുവാൻ പോകുകയാണ്. നിന്റെ മുമ്പിൽ നീ കാണുന്ന ഈ വലിയ പ്രതികൂലങ്ങൾ സ്തോത്രം നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവിക വാഗ്ദത്തങ്ങളുടെ വഴിയാക്കി ദൈവാത്മാവ് മാറ്റുവാൻ പോകുകയാണ്. ഈ പ്രഭാതത്തിൽ ഭയപ്പെട്ടു പോകരുത്. കാരണം വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഒരിക്കലും വാക്ക് മാറുന്ന ഒരു ദൈവത്തെയല്ല ഇന്ന് പ്രഭാതത്തിൽ നാം ആരാധിക്കുന്നത്. സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നല്ല ദൈവം, നല്ല കർത്താവ് ഈ പ്രഭാതത്തിലും വേദനിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന, മനസ്സിന്റെ അകത്തളങ്ങളിൽ വ്യത്യസ്തമാകുന്ന ഭാരങ്ങൾ വേന്തിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിലും ആരാധിക്കുവാൻ, ഈ പ്രഭാതത്തിലും ദൈവത്തെ സ്തുതിപ്പാൻ ആത്മാവിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളിലേക്ക്, നീ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികളിലേക്ക് പരിശുദ്ധയാത്മാവ് നയിക്കുവാൻ പോകുകയാണ്. വേദപുസ്തകത്തിൽ സ്തോത്രം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ 2-ാം അധ്യായം അതിന്റെ 38-39 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധയാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ. സ്തോത്രം. നമുക്കറിയാം വേദപുസ്തകത്തിൽ ആമേൻ സ്തോത്രം 1-ാമത്തെ ഉണർവ് നടക്കുന്ന കാലഘട്ടത്തിൽ സ്തോത്രം കർത്താവിൽ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രയോജനപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവ മഹത്വങ്ങൾ ഒട്ടനവധി സമയങ്ങളിൽ അനുഭവിച്ച് ദൈവമനുഷ്യനായ പത്രോസ്ലീഗ ഉണർവിന്റെ കാലഘട്ടത്തിൽ സ്തോത്രം വെളിപ്പെടുന്ന ദൈവപ്രവർത്തികളെ കണ്ട് ആമേൻ മാളിക മുറിക്ക് ചുറ്റും തടിച്ചുകൂടിയ തിങ്ങിക്കൂടിയ ജനസമൂഹങ്ങൾ വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങൾ പറയുമ്പോൾ, വ്യത്യസ്തമാകുന്ന ആശയങ്ങൾ പറയുമ്പോൾ, അതിന്റെ നടുവിൽ സംശയ നിവാരണ പ്രസംഗം നടത്തുന്ന പത്രോസിനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുക. ജനത്തിന്റെ സ്തോത്രം സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ക്രമത്തിൽ വാസ്തവമായി മാളിക മുറിക്കകത്ത് എന്താണ് നടന്നത്, സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ നിവർത്തീകരണങ്ങളെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനങ്ങളെ ഉദ്ധരിച്ച്, യോവേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തെ ഉദ്ധരിച്ച് കൂടി വന്നിരിക്കുന്ന ജനസമൂഹത്തോട് സ്തോത്രം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുക. കേട്ടേ സഹോദരങ്ങളെ, പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, കൂടിയിരുന്ന ജനത്തിന്റെ അകത്തളങ്ങളിൽ സ്തോത്രം കുത്തുകൊള്ളുവാനിടയായിത്തീരുന്നു. വചനം ജനത്തെ സ്വാധീനിക്കുവാനിടയായിത്തീരുന്നു. വചനം ജനത്തിന്റെ
പട്ടണങ്ങളിൽ പരിവർത്തനങ്ങൾ നടത്തുവാനിടയായി തീരുന്നു. വചനം ജനത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനിടയായി തീരുന്നു. പത്രോസിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനം കേട്ട് സ്തോത്രം സഹോദരന്മാരായ പുരുഷന്മാർ, കൂടി വന്നിരിക്കുന്ന സഹോദരങ്ങൾ, സ്തോത്രം സ്തോത്രം ആമേൻ, പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ചോദിച്ച ചോദ്യത്തിന് പത്രോസിന്റെ മറുപടിയാണ്, നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വചനം, വാഗ്ദത്തം നിങ്ങൾക്കും സ്തോത്രം നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. അതെ, ഈ പ്രഭാതത്തിൽ കുഞ്ഞെ ഒട്ടനവധി വാഗ്ദത്തങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്തോത്രം ദൈവകൃപ പ്രാപിച്ച് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഞാനും നിങ്ങളും ഒട്ടനവധി വാഗ്ദത്തങ്ങളും വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ. കേൾക്കണമേ, സ്തോത്രം രക്ഷിക്കപ്പെടുന്നത് സാധാരണ നിലകളിലല്ലോ. റോമാലേഖനം 10-9 വാക്യം പഠിപ്പിക്കുന്നത് പോലെ സ്തോത്രം യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്നത്. അതെ, നീതിക്കായി സ്തോത്രം അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുകയാണ്. ആമേ, സ്തോത്രം യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ, സ്തോത്രം ക്രിസ്തുവിനെ സ്തോത്രം ഞാൻ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുമ്പോൾ എന്നിൽ സംഭവിക്കുന്നത് വലിയ മാറ്റങ്ങളാണ്, വലിയ പരിവർത്തനങ്ങളാണ്. സ്തോത്രം ആമേൻ. ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ, യേശു എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പഴയ മനുഷ്യൻ മരിക്കുകയാണ്, പുതിയ മനുഷ്യൻ ജനനം ആരംഭിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, പാപസംബന്ധമായി ഞാൻ മരിക്കുകയാണ്. പിന്നെ സ്തോത്രം നീതിക്ക് വേണ്ടി ജീവിക്കുകയാണ്. ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി സ്തോത്രം ജീവൻ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം പഠിപ്പിക്കുന്ന 6-ാം അധ്യായം പഠിപ്പിക്കുന്നത്, ഇനിയും നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, നിങ്ങളെ തന്നെ മരിപ്പിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കുവീൻ. അതേ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും സ്തോത്രം പിശാചിന് ദാസന്മാരല്ല, ഞാനും നിങ്ങളും സ്തോത്രം പാപത്തിന് ദാസന്മാരല്ല, ഞാനും നിങ്ങളും ഏതെങ്കിലും ദുർഭൂതങ്ങൾക്ക് ദാസന്മാരല്ല, ഞാനും നിങ്ങളും ദൈവത്തിന് ദാസന്മാരാണ്. അതെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ പ്രിയമക്കളാണ്. ദൈവത്തിന്റെ പ്രിയമക്കളാണെങ്കിൽ വാഗ്ദത്തത്താൽ അവകാശികളാണ്. സ്തോത്രം. എവിടെയാണ് വാഗ്ദത്തങ്ങൾ തടയപ്പെടുന്നത്? എവിടെയാണ് സ്തോത്രം വാഗ്ദത്തങ്ങൾ വെളിപ്പെടാതെ വണ്ണം ജീവിതത്തിന് മുമ്പിൽ വ്യത്യസ്തമാകുന്ന ആശയങ്ങൾ പിശാച് തള്ളിക്കയറ്റുന്നത്? എവിടെയാണ് വിലപ്പെട്ട വാഗ്ദത്തങ്ങളും പ്രാപിച്ച് വിലപ്പെട്ട ദൈവിക ദർശനങ്ങളിലേക്ക് വേഗതയോടെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭയുടെ വേഗതയെ സ്തോത്രം കുറപ്പിക്കുന്നത്? ഈ പ്രഭാതത്തിൽ കേട്ടേ സഹോദരങ്ങളെ, സ്തോത്രം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങൾ ഒരു സാഹചര്യത്തിനും ഒരു പ്രതിസന്ധിക്കും ഒരു പ്രതികൂലത്തിനും തടുക്കുവാൻ കഴിയാത്ത ക്രമത്തിൽ സ്വർഗം നിന്റെ മുമ്പിൽ ചിലത് വെളിപ്പെടുത്താൻ പോകുകയാണ്. അതെ, ഈ കാലഘട്ടങ്ങളിൽ നിന്റെ മുമ്പിൽ കാണുന്ന സാഹചര്യങ്ങൾക്ക് വാഗ്ദത്തത്തെ ഓപ്പോസ് ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന പ്രതികൂലങ്ങൾക്ക് വാഗ്ദത്തങ്ങളെ തടുക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങൾക്ക് നിന്നിൽ വെളിപ്പെടാനുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ തടുക്കുവാൻ കഴിയത്തില്ല. ഈ പ്രഭാതത്തിൽ സാഹചര്യങ്ങൾ മാറുവാൻ പോകുന്നു. ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന തടസ്സങ്ങൾ നീങ്ങുവാൻ പോകുന്നു. കാരണം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ സ്വർഗം ചലിക്കുവാൻ പോകുകയാണ്. അതെ, സ്തോത്രം. സാഹചര്യങ്ങളെ ദൈവം മാറ്റുവാൻ പോകുകയാണ്. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങൾ സഭ വിശ്വസിക്കേണ്ടത് പിശാച് എന്ത് പറയുന്നു എന്നല്ല. ഈ ദിവസങ്ങളിൽ സ്തോത്രം നാം വിശ്വസിക്കേണ്ടത് നമ്മുടെ മനസ്സെന്ത് പറയുന്നു എന്നതല്ല. അതിനപ്പുറത്ത് ദൈവം പറഞ്ഞതിനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അതേ പ്രിയരെ, ദൈവം നമ്മോട് സംസാരിച്ചത് ഈ പ്രഭാതത്തിൽ നാം ഉണരുന്നുവെങ്കിൽ, സ്തോത്രം, അത് തന്നെ സംഭവിക്കാൻ പോകുന്നു. അത് തന്നെ നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപത്തിന്റെ കെട്ടുകൾ തകരുവാൻ പോകുന്നു. സാഹചര്യത്തിനൊത്തവണ്ണം
ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിട്ട് സാഹചര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെട്ട് വരുന്ന ജീവിത സാഹചര്യങ്ങളോട് നിന്നെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഇരുട്ടിന്റെ മേഖലകളെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പൊളിച്ചു മാറ്റി. സ്തോത്രം. ആ മതിൽ കെട്ടുകളെ ദൈവാത്മാവ് പൊളിച്ചു മാറ്റി നിന്റെ വാഗ്ദത്തത്തോട് അടുപ്പിക്കാൻ പോകുകയാണ്. ദൈവിക ശബ്ദങ്ങളോട് നിന്നെ അടുപ്പിക്കാൻ പോകുകയാണ്. നീ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കാൻ പോകുകയാണ്. അതെ, ഈ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ തകർന്നു കിടക്കുന്ന പ്രാർത്ഥനാ മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകുവാൻ തുടങ്ങട്ടെ. തകർന്നു കിടക്കുന്ന ആരാധനയുടെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഓപ്പൺ ആകുവാൻ ആരംഭിക്കട്ടെ. നിന്റെ ആത്മീക ജീവിതത്തെ സ്വാധീനിക്കുന്ന ദൈവവുമായുള്ള നിന്റെ ബന്ധത്തിനകത്ത് സ്തോത്രം വരുത്തുവാൻ തക്കവണ്ണം നിന്നെ സ്വാധീനിക്കുന്ന പാപത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ആത്മാവിനാൽ ഉടഞ്ഞു മാറട്ടെ. അത് നിന്റെ ഭവനത്തിനകത്ത് ദൈവിക സ്വാതന്ത്ര്യം വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം വിശ്വസിക്കുന്ന നിങ്ങളിലേക്ക് ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുകയാണ്. ദൈവിക കൃപകൾ വ്യാപരിക്കുകയാണ്. ദൈവിക ഇടപെടലുകൾ സംഭവിക്കുകയാണ്. അതുകൊണ്ട് പത്രോസ് തന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം നൽകിയിരിക്കുന്നുവല്ലോ. അവയാൽ അതിമഹത്തായ വാഗ്ദത്തങ്ങളും നാം പ്രാപിച്ചിരിക്കുന്നു. ഇവയാൽ ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊടിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതേ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടിയവരാണ്. കാരണം അതിമഹത്തായ വാഗ്ദത്തം ചുംബിക്കൊണ്ടാണ്, അതിമഹത്തായ വാഗ്ദത്തം വഹിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആർക്കും നശിപ്പിക്കാൻ കഴിയാത്തത്, ആർക്കും കൊല്ലുവാൻ കഴിയാത്തത്, ആർക്കും ഉടയ്ക്കുവാൻ കഴിയാത്ത അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവത്തെങ്കിൽ നിന്നും പ്രാപിച്ച ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം നിന്റെ ബലം കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല. ഉയരത്തിലെ ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന ആർക്കും തകർക്കുവാൻ കഴിയാത്ത വാഗ്ദത്തം നിന്റെ മേൽ ചലിക്കുന്നത് കൊണ്ട് ബ്രദർ, സിസ്റ്റർ, ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടു വരുന്ന ഒരു പ്രതിസന്ധിക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഒരു രോഗത്തിന് നിന്നെ ഉടയ്ക്കുവാൻ കഴിയത്തില്ല. നീ സകലവിധ പ്രതിസന്ധികളിൽ നിന്നും പുറത്തു വരുവാൻ പോകുകയാണ്. അതേ, പ്രതിസന്ധി നിന്റെ മുമ്പിൽ തകരുവാൻ പോകുന്നു. വാഗ്ദത്തമുള്ള നീ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു വരുവാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നിന്റെ വാഗ്ദത്തത്തിന്റെ മൂർച്ച വർദ്ധിക്കപ്പെടുകയാണ്. നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകളിലേക്ക് ദൈവം ചിലരെ മടക്കി കൊണ്ടുവരികയാണ്. ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെട്ട, കൂടാരത്തിന്റെ ഏകത്തലങ്ങളിൽ വെളിപ്പെട്ട നെഗറ്റീവ് അന്തരീക്ഷങ്ങളെ കണ്ട് അതിൽ വിശ്വസിച്ച് വാഗ്ദത്തങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലതിലേക്ക് ഉറപ്പിക്കുന്ന പ്രഭാതമാണ്. നിഷ്ഠക്കാക്കപ്പെട്ടു പോയ മേഖലയിൽ നിന്നും ഈ പകൽ പരിശുദ്ധാത്മാവ് നിന്നെ ചലിപ്പിക്കാൻ പോകുകയാണ്. നിന്റെ തലമുറയെ ചലിപ്പിക്കാൻ പോകുകയാണ്. അതെ, വാഗ്ദത്തം കേട്ട നീ എവിടെയൊക്കെയോ നീയും നിന്റെ കുടുംബവുമായി ചിതറിക്കിടക്കുമ്പോൾ ഇന്ന് പകൽ സ്വർഗം പറയുന്നു, നിന്റെ ഭവനത്തിനകത്ത് ചിതറിച്ച ചിലതിനെ ആത്മാവ് ദൂരീകരിക്കാൻ പോകുകയാണ്. ചിതറിച്ച മണ്ഡലങ്ങളെ പൊളിച്ചു മാറ്റി മാളിക മുറിയിൽ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ ദൈവ പ്രവർത്തിക്കു വേണ്ടി ദൈവത്തിന്റെ സമയത്ത് ഒരുമിച്ച് കൂടിയതുപോലെ ഈ ദിവസങ്ങളിൽ ചിതറിപ്പുകൾ അപ്രത്യക്ഷമാകാൻ പോകുകയാണ്. ചിതറിക്കപ്പെട്ട ചിലർ ഒന്നിച്ച് കൂടുന്ന ദിവസങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പ്രവചിക്കുകയാണ്. ചിതറിച്ചു കളഞ്ഞ ചിലതിനെ ആത്മാവ് ഈ ദിവസങ്ങൾ ഒരുമിച്ച് നിർത്താൻ പോകുകയാണ്. നിന്റെ ഭയം മാറാൻ പോകുകയാണ്. അതെ, നിന്റെ ദുഃഖം സന്തോഷമായി തീരാൻ പോകുകയാണ്. ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ഇടപെടുന്നത്, ദൈവാത്മാവ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് യേശുവിന് മഹത്വം കൊടുത്ത് വലിയ ദൈവത്തിന്റെ ഇടപെടലുകൾ കുഞ്ഞെ നീ കാണാൻ പോകുകയാണ്. സ്വർഗം നിനക്ക് അനുകൂലമായി വെളിപ്പെടാൻ പോകുകയാണ്. ഇത് ശ്രദ്ധിച്ച് വേദപുസ്തകത്തിൽ ഒട്ടനവധി വ്യക്തികളുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വന്ന ഒട്ടനവധി ഭക്തന്മാരെ എടുത്തു
പരിശോധിച്ചാൽ അവരുടെ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടത്, അവരുടെ വാഗ്ദത്തങ്ങൾ ചലിക്കാൻ തുടങ്ങിയത് തങ്ങളുടെ മരുഭൂമിയുടെ ഘട്ടത്തിലായിരുന്നു, തങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച ജോസഫിനെ നിങ്ങൾ ശ്രദ്ധിച്ച്, ആ ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട പ്രതിസന്ധികളാണ് ആ മനുഷ്യനെ അസാധാരണമായ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയത്. വേദപുസ്തകം എന്താ ജോസഫിനെ കുറിച്ച് പറഞ്ഞേ? ജോസഫ് ഫലപ്രദമായ പുരുഷൻ. ഓ സ്തോത്രം. അതേ സഹോദരങ്ങളെ, ജോസഫിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു സ്വപ്നം, വെളിപ്പെട്ട ഒരു ദർശനം, വെളിപ്പെട്ട ഒരു ദൈവിക വാഗ്ദത്തങ്ങൾ ആമേൻ ആദ്യ ഘട്ടത്തിൽ തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അകറ്റി. ഓ സ്തോത്രം. വെളിപ്പെട്ടു വന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. തന്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിനകത്ത് വാഗ്ദത്തമുള്ള മകനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം പൊട്ടക്കിണറ്റിനകത്തിട്ട് അവിടെ അവസാനിച്ചില്ല തന്റെ ജീവിതം. അവിടെ നിന്ന് സ്തോത്രം അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. തീർന്നില്ല, ഏറ്റവും ഒടുവിൽ കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. സ്വപ്നങ്ങൾ സകലതും അവസാനിച്ചു എന്ന് നമുക്ക് തോന്നത്തക്ക ക്രമത്തിൽ, അതെ ഓ സ്തോത്രം, എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ഇനി ഒരിക്കലും വെളിപ്പെടുവാൻ സാധ്യതയില്ല എന്നുള്ള നിലകളിൽ ഓ ഞാനും നിങ്ങളും സ്തോത്രം അടയ്ക്കപ്പെട്ട കാരാഗ്രഹം പോലെ, തകർക്കപ്പെട്ട ജീവിതത്തിന്റെ അവസാന ഘട്ടം എന്ന പോലെ ഏറ്റവും ഒടുവിൽ ഓ സ്തോത്രം എല്ലാവരാലും തള്ളപ്പെട്ട്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, വാഗ്ദത്തമുള്ള ഞാൻ ഒറ്റപ്പെട്ടവനായി, ഒതുക്കപ്പെട്ടവനായി, കാരാഗ്രഹ തുല്യമായ വാസം അനുഭവിക്കുമ്പോഴും അവിടെയും തള്ളിക്കളയുന്നവനല്ല വാക്ക് പറഞ്ഞവൻ. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞേ, നിനക്ക് വാക്ക് തന്ന, നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം നിന്റെ ഒറ്റപ്പെട്ട തുറമുഖത്ത് ഇറങ്ങി വരുന്നവനാണ്. നിന്റെ ഭയത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്നവനാണ്. നീ ഭാരപ്പെട്ടിരിക്കുന്നവന്റെ നടുവിൽ ഇറങ്ങി വരുന്നവനാണ്. കാരണം ഓ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം വിലപ്പെട്ടതാണ്. സ്തോത്രം. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങൾ ഒതുക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴും, എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് തോന്നുമ്പോഴും, ഇല്ല ജോസഫെ, തീർന്നിട്ടില്ല. നിനക്ക് വേണ്ടി ഓ നിന്നോടുള്ള ദൈവത്തിന്റെ നിർണയത്തിനൊത്തവണ്ണം നിനക്ക് വേണ്ടിയുള്ള വഴികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതേ, നിന്റെ വാഗ്ദത്തം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദര, സഹോദരി, നിന്റെ വാഗ്ദത്തം തീർന്നു പോയില്ല, അത് തകർന്നു പോയില്ല. അത് ഈ പ്രതിസന്ധികളുടെ നാളുകളിൽ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. ആമേൻ. അതേ സഹോദരങ്ങളെ, സാഹചര്യങ്ങളെല്ലാം അസ്തമിക്കപ്പെട്ടവനെ പോലെ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ഒതുക്കപ്പെട്ട് കിടക്കുമ്പോഴും ഓ വാഗ്ദത്തം തീർന്നു പോയതില്ല, വാഗ്ദത്തം തള്ളപ്പെട്ടു പോയില്ല. വാക്ക് പറഞ്ഞവൻ ജോസഫിനെ കാരാഗ്രഹത്തിനകത്തുനിന്നും പൊക്കിയെടുത്ത് ഓ രാജകൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടുപോയതുപോലെ ഈ ദിവസങ്ങളിൽ നിന്നോട് വാക്ക് പറഞ്ഞവൻ ഓ നിന്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, ഓ നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ താഴ്വരകൾക്കകത്ത് ഈ ദിവസങ്ങൾ ഇറങ്ങി വരുവാൻ പോകുകയാണ്. അതെ, വിശ്വസിക്കുക. നിന്റെ വാഗ്ദത്തം തള്ളപ്പെട്ടു പോകുകയില്ല, വാഗ്ദത്തം തകർന്നു പോകുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഓ സ്തോത്രം, തീർന്നില്ല. ദാവീദിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചേ. സ്തോത്ര, വാഗ്ദത്തം ലഭിച്ചവൻ, ദൈവത്താൽ നിർണയം ലഭിക്കപ്പെട്ടവൻ വനാന്തരത്തിനകത്ത് ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട പ്രതിസന്ധി തന്നെ വനാന്തരത്തിൽ ദൈവത്തിന്റെ സ്തോത്രം ജനത്തെ നടത്തേണ്ടവൻ, ദൈവത്തിന്റെ ജനത്തെ ഓ സ്തോത്രം പരിപാലിപ്പിക്കേണ്ടവൻ ഇതാ ആമേൻ ആടുകളെ മേച്ചു വനാന്തരത്തിനകത്ത് ഒതുക്കപ്പെടുകയാണ്. പക്ഷെ വിലപ്പെട്ട വാഗ്ദത്തം ദാവീദിന്റെ അകത്തുണ്ട്, വിലപ്പെട്ട ദൈവിക നിർണയം ദാവീദിന്റെ അകത്തുണ്ട്. എന്താ സംഭവിച്ചേ? ദൈവത്തിന്റെ സമയമാകുമ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം തന്റെ പ്രവാചകനെ തൈലക്കൊമ്പുമായി ഈശായുടെ കൂടാരത്തിനകത്തേക്ക് അയക്കുകയാണ്. ഇന്ന് പകൽക്കാലം കേൾക്കണമേ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ടൈമിങ്ങിലാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ സമയത്താണ്. അത് സ്തോത്രം, ഒരുപക്ഷെ നാം ചിന്തിക്കുന്ന സമയത്ത് വെളിപ്പെട്ട് വരണമെന്നില്ല, നാം ചിന്തിക്കുന്ന, നാം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് വെളിപ്പെട്ട് വരണമെന്നില്ല. പലപ്പോഴും നാം ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ ചിന്തിച്ചു വച്ചിരിക്കുന്ന സാഹചര്യത്തിനകത്ത് അത് വെളിപ്പെട്ടില്ലെങ്കിൽ പലപ്പോഴും നാം ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകാറുണ്ട്. ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകരുത്, ദൈവകൃപയിൽ നിന്നും അകന്നു പോകരുത്. യേശുവുമായുള്ള ബന്ധത്തിൽ വർദ്ധിക്കപ്പെടണം. ചിലത് സംഭവിക്കാൻ പോകുകയാണ് നിന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സമയത്തോട് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിന്റെ ടൈമുമായി നീ കണക്ട് ആക്കപ്പെടുവാൻ പോകുകയാണ്. അതേ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സമയമായപ്പോൾ
കടന്നു വന്ന പ്രവാചകൻ, ഭവനത്തിനകത്ത് കടന്നു വന്ന പ്രവാചകന്റെ മുമ്പിൽ ഇശായി തന്റെ മൂത്ത മക്കളെ ഒന്നിനു പിറകെ ഒന്നായി നിരത്തുമ്പോൾ പ്രവാചകന്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പ് ചലിച്ചില്ല. കാരണം നിയോഗമുള്ളവൻ, വാഗ്ദത്തമുള്ളവൻ കൂടാരത്തിനകത്തല്ല, അവൻ തള്ളപ്പെട്ടവനായി കാട്ടിനകത്ത് ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ അഭിഷേകം വീഴണമെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകം നാമെ ചലിക്കണമെങ്കിൽ, സ്തോത്രം, നിയോഗമുള്ളവൻ കാട്ടിനകത്തുനിന്ന് വരണം. കുഞ്ഞേ, ഒരുപക്ഷെ നിന്റെ മേൽ വിലപ്പെട്ട വാഗ്ദത്തങ്ങളായിരിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ വലിയ ദൈവശബ്ദങ്ങളും വഹിച്ച് മുന്നോട്ട് സന്തോഷത്തോടെ പോയ വ്യക്തിയായിരിക്കാം. പക്ഷേ സാഹചര്യങ്ങളും മുമ്പിൽ വെളിപ്പെട്ട പാൻഡമിക് കണ്ടീഷൻസും നിന്നും കിടക്കുന്ന വാഗ്ദത്തങ്ങളെ ഒതുക്കത്തക്ക ക്രമത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നീ ഒതുക്കപ്പെട്ടു പോയെങ്കിൽ ദൈവത്തിന്റെ സമയം കടന്നു വരികയാണ്. നീ ഒതുക്കപ്പെട്ട് കിടക്കുന്നിടത്ത് നിന്നെ തൂക്കിയെടുക്കുന്ന, നീ തള്ളപ്പെട്ട് കിടക്കുന്നിടത്ത് നിന്നെ പൊക്കിയെടുക്കുന്ന ഒരുപക്ഷെ സ്തോത്രം ഉപജീവന മേഖലകൾക്കകത്തായിരിക്കാം. ആമേൻ. നിന്റെ സ്തോത്രം സാമ്പത്തിക മണ്ഡലങ്ങളിലകത്തായിരിക്കാം. ഇല്ല, നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിലുള്ള സാഹചര്യമായിരിക്കാം. നിന്നെ ഒതുക്കി ഏതെങ്കിലും ഒരു മണ്ഡലത്തിനകത്ത് നീ ഒതുങ്ങിയവനെ പോലെ, ഒതുക്കപ്പെട്ടവളെ പോലെ വാഗ്ദത്തങ്ങൾ മറന്ന് സഞ്ചരിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ സ്വർഗം പറയുന്നു, ദൈവത്തിന്റെ ടൈം അടുക്കുകയാണ്, ദൈവത്തിന്റെ സമയത്തോട് അടുത്തു വരികയാണ്. ഇത് നിനക്ക് വേണ്ടി ഒരു കരം വെളിപ്പെടാൻ പോകുകയാണ്. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിന്നെ പൊക്കിയെടുത്ത് വാഗ്ദത്തത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്ന, വാഗ്ദത്തം നിവൃത്തീകരണങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവകൃപ നിനക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുകയാണ്. ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ, ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രതിസന്ധികൾ ദൈവിക വാഗ്ദത്തങ്ങളെ തടയുന്നില്ല, ഈ പ്രതികൂലങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങളെ തകർക്കുന്നില്ല. പ്രതിസന്ധികളെ തകർത്ത് വാഗ്ദത്തങ്ങൾ മുന്നേറുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, എത്ര പ്രതിസന്ധികളാ പത്രോസിന്റെ ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെട്ടു വന്നേ, എത്ര പ്രതികൂലങ്ങളാ ദൈവമനുഷ്യൻ അഭിമുഖീകരിച്ചേ. കേഫയായിരുന്ന മനുഷ്യൻ, ശീമോനായിരുന്ന മനുഷ്യനെ കേഫയാക്കി മാറ്റി ദൈവം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുവരുമ്പോൾ എത്ര പരാജയങ്ങൾ ആ മനുഷ്യൻ കണ്ടേ. സ്തോത്രം. ഒരു പരാജയത്തിനും തന്റെ അകത്ത് കിടന്ന വാഗ്ദത്തത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ഹലോ, നിന്റെ ജീവിതത്തിൽ നീ കഴിഞ്ഞ നാളുകൾ കണ്ട ഒരു പരാജയത്തിനും നിന്റെ അകത്ത് കിടക്കുന്ന വാഗ്ദത്തത്തെ തകർക്കുവാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ സ്തോത്രം, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് നല്ല മനസാക്ഷിക്ക് ഉടമയായി, നിർവ്യാജ സ്നേഹത്തിനുടമയായി, പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ നീ വർദ്ധിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ കുഞ്ഞേ, നിന്റെ അകത്ത് കിടക്കുന്ന വാഗ്ദത്തങ്ങൾ മൂർച്ചയുള്ളതാകുവാൻ പോകുകയാണ്. നിന്റെ അകത്തുള്ള ദൈവശബ്ദങ്ങൾ നീ ചിന്തിക്കാത്ത മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മ പറയുന്നു, ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ആമേൻ. വിശ്വസിക്കുക. സ്തോത്രം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന്, നിത്യത ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന നിന്റെ ജീവിതത്തിൽ സ്തോത്രം സമൃദ്ധി നൽകി തരുന്ന ദൈവമാണെന്ന്, നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന്, തകർന്നു കിടക്കുന്നതിനെ പണിയുന്ന ദൈവമാണെന്ന്, അത് ഉടഞ്ഞതിനെ പണിതെഴുന്നേൽപ്പിക്കുന്ന ദൈവമാണെന്ന്, അത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയെടുത്ത് സ്തോത്രം പുതിയ കുളിർപ്പുകൾ വെളിപ്പെടുത്തുന്ന ദൈവമാണെന്ന് സ്വർഗം ഈ സീസണിൽ നിന്റെ കുടുംബത്തെ തെളിയിക്കുവാൻ പോകുകയാണ്. ബ്രദർ, നിന്റെ തലമുറയും തെളിയിക്കുവാൻ പോകുകയാണ്. സിസ്റ്റർ, നിന്റെ കുടുംബത്തിൽ നീ കാണുവാൻ പോകുകയാണ്. അതെ, നിന്റെ ബിസിനസ് നീ അത് കാണുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഈ സന്ദേശം നിന്റെ ഭവനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ ഓടി ഒളിക്കുകയാണ്. ദുർശക്തികൾ യേശുവിൻ നാമത്തിൽ ഓടി ഒളിക്കുകയാണ്. ചിലരുടെ മനസ്സ് സ്വതന്ത്രമാകുകയാണ്. വലിയ സ്വാതന്ത്ര്യം നിന്റെ ജീവിതത്തിലേക്ക് ദൈവാത്മാവ് റിലീസ് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. തകർന്നു കിടന്ന മനുഷ്യന്റെ അകത്ത്, ഒതുക്കപ്പെട്ട് കിടന്ന മനുഷ്യന്റെ അകത്ത്, വഴിവഴുപ്പിനകത്തു നിന്ന മനുഷ്യന്റെ അകത്ത് കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, കേട്ട ദൈവത്തിന്റെ ശബ്ദങ്ങൾ, സ്തോത്രം, തന്റെ മുമ്പിൽ വെളിപ്പെട്ട സാഹചര്യങ്ങൾ, തന്നെ ഭീഷണിപ്പെടുത്തിയ സാഹചര്യങ്ങൾ, തന്നെ ഒതുക്കിയ സാഹചര്യങ്ങൾ, സ്തോത്രം, തന്റെ അകത്ത് കിടന്ന വാഗ്ദത്തങ്ങളെ ഒതുക്കിയില്ല. താൻ പലയിടത്തും ഒതുക്കപ്പെട്ടു പോയി, എത്ര പരാജയങ്ങളിലൂടെ കടന്നുപോയി. നിങ്ങൾ കേട്ടേ, സ്തോത്രം,
സ്തോത്രം ശീമോൻ എന്ന് പറയുന്ന സ്തോത്രം നാമെ വഴിവഴുപ്പിനകത്തു നിന്ന മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടെത്തി. ക്രിസ്തു അവനെ കേപ്പയാക്കി മാറ്റി, ഉറപ്പുള്ളവനാക്കി മാറ്റി. വിലപ്പെട്ട വാഗ്ദത്തങ്ങളെ മനുഷ്യന് കൊടുത്തില്ലേ? ഒതുക്കപ്പെട്ട് കിടന്നവനെ സ്തോത്രം അവൻ കേട്ട ദൈവത്തിന്റെ ശബ്ദങ്ങൾ തന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും താൻ അറിയാതെ ചലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രഭാതത്തിൽ കേൾക്കണമേ, വഴിവെഴുപ്പിനകത്ത് നിന്ന മനുഷ്യനെ പിടിക്കുന്നവനാക്കാമെന്ന് പറഞ്ഞ്, കേപയാക്കി ഉറപ്പുള്ളവനാക്കി മാറ്റാമെന്ന് പറഞ്ഞ്, സ്തോത്രം ഒന്നാമത്തെ സഭ നിന്നിലൂടെ ആരംഭിക്കാമെന്ന് പറഞ്ഞ് എത്ര വാഗ്ദത്തങ്ങളാ സ്വർഗം പത്രോസിന്റെ മേൽ കൊടുത്തേ. ആമേൻ. ആ മനുഷ്യൻ ഓരോ പരാജയങ്ങൾ കാണുമ്പോഴും, ആ മനുഷ്യൻ പരാജയപ്പെടുമ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സ്തോത്രം, നീ ഒട്ടനവധി പരാജയത്തിലൂടെ കടന്നു പോകുമ്പോഴും, നിനക്ക് പറയാൻ ഒട്ടനവധി പരാജയങ്ങൾ ഉണ്ടെങ്കിലും, പക്ഷേ നീ പരാജയത്തിലൂടെ കടന്നു പോകുമ്പോഴും സ്തോത്രം, നിന്റെ അകത്ത് ചലിക്കപ്പെടുന്ന വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കപ്പെടുന്നുവെങ്കിൽ വാഗ്ദത്തങ്ങൾ ജയത്തിലേക്ക് മുന്നേറാൻ പോകുകയാണ്. വാഗ്ദത്തങ്ങൾ ജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വാഗ്ദത്തങ്ങൾ പരാജയപ്പെടുന്നില്ല, വാഗ്ദത്തങ്ങൾ മരിക്കപ്പെട്ടു പോകുന്നില്ല, വാഗ്ദത്തങ്ങൾ ഒതുക്കപ്പെട്ടു പോകുന്നില്ല. അത് തക്ക സമയത്ത് വെളിപ്പെട്ട് തന്നെ ആകണം. യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ സമയം അടുത്തു വരികയാണ്. ഓ റമാസിയംതല, നിന്റെ ജീവിതത്തിൽ ആമേൻ അടുത്തൊരു സീസൺ ദൈവം തുറക്കാൻ പോകുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒട്ടനവധി ദിവസങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാകാം. കാത്തിരിപ്പ് വൃഥാവായി എന്ന് നീ പറയുന്നുണ്ടാകാം. ഇല്ല, ചിലത് നിന്റെ ജീവിതത്തിൽ ഓപ്പണായി വരാൻ പോകുകയാണ്. നിന്റെ നഷ്ടങ്ങൾ മറക്കത്തക്ക ക്രമത്തിൽ ദൈവം ചില അടയാളങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ കേട്ട സഹോദരങ്ങളെ, അപ്പത്തിന്റെ വർധനവ് കണ്ട് അക്കരയിലേക്ക് കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ തങ്ങളുടെ പടകിനെതിരെ പടകിനെ തകർക്കുവാൻ ആഞ്ഞടിച്ച പ്രതികൂലത്തെ കണ്ടിട്ട്, ആ പ്രതികൂലത്തിന് നടുവിൽ വാഗ്ദത്തമുള്ള തന്റെ പ്രിയ മക്കളെ വിടുവിക്കാൻ കടന്നു വരുന്ന യേശുവിനെ നോക്കിയിട്ട് ഈ കൂട്ടർ പറഞ്ഞു, പത്രോസ് ഉൾപ്പെടുന്ന കൂട്ടർ പറയുകയാണ്, ഭൂതം വരികയാണ്. യേശുവിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. ഗദശമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ ഇരുത്തുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ അവിടെയും ആ മനുഷ്യൻ പരാജയപ്പെടുകയാണ്. തീർന്നില്ല, യേശു കർത്താവ് പിടിക്കപ്പെടുമ്പോൾ പിടിക്കപ്പെടുന്ന സമയത്ത് ശതാധിപന്റെ കാതിനെ വെട്ടിമാറ്റി. യേശുവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയ മനുഷ്യൻ തൊട്ടപ്പുറത്തൊരു പെൺകുട്ടിയുടെ മുമ്പിൽ, കയ്യപ്പാവിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുകയാണ്. നീണ്ട പരാജയങ്ങളുടെ നീണ്ട നിര തന്റെ മുമ്പിൽ ഒന്നിന് പിറകെ ഒന്നായിരിക്കുമ്പോഴും, ഒന്നിന് പിറകെ ഒന്നായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴും വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനായിരുന്നു. വാക്കു പറഞ്ഞ യേശു വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് സ്തോത്രം, യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ കർത്താവ് അന്വേഷിക്കുകയാണ് ശിഷ്യന്മാരെ. ഇന്ന് പകൽക്കാലം കുഞ്ഞേ, നിന്റെ സമയം നിന്റെ മേൽ വെളിപ്പെടാനുള്ള വാഗ്ദത്തത്തിന്റെ സമയമെടുക്കുമ്പോൾ ഈ പകൽക്കാലം ഒറ്റപ്പെട്ട് കിടക്കുന്ന നിന്നെ ദൈവം വിളിക്കുകയാണ്. ഭാരപ്പെട്ടിരിക്കുന്ന നിന്നെ ദൈവം വിളിക്കുകയാണ്. വേദനയ്ക്കകത്ത് അമർന്നിരിക്കുന്ന നിന്നെ ദൈവം വിളിക്കുകയാണ്. എന്തേ? ദൈവത്തിന്റെ ഇടപെടലുകൾ നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ, കാലഘട്ടങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിന്നിൽ വെളിപ്പെടുത്തുവാൻ. നീ ദൈവത്തെ വിട്ട് ബഹുദൂരം മാറി സഞ്ചരിച്ചിട്ടുണ്ടാകാം. സ്തോത്രം, നീ ദൈവത്തെ വിട്ട് ദൈവ സാന്നിധ്യം വിട്ട് സഞ്ചരിച്ചിട്ടുണ്ടാകാം. ഈ പകൽക്കാലം സ്നേഹിക്കുന്ന ദൈവം, നിന്നെ മാറോട് അണയ്ക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നെ വിളിക്കുകയാണ്. ബ്രദർ, നിന്നെ വിളിക്കുകയാണ്. സിസ്റ്റർ, നിന്നെ വിളിക്കുകയാണ്. കുടുംബമേ, നിന്നെ വിളിക്കുകയാണ്. സഭയെ, നിന്നെ വിളിക്കുകയാണ്. സ്തോത്രം, മരിച്ചുപോയി എന്ന് നീ ചിന്തിക്കുന്ന വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ ജീവൻ പ്രാപിപ്പിക്കുവാൻ ഈ പകൽക്കാലം യേശു നിന്നെ വിളിക്കുകയാണ്. കടന്നു വരിക, യേശുവിന്റെ അരികിലേക്ക് കടന്നു വരിക, ക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നു വരിക. ഏത് പരാജയപ്പെട്ടവനും കടന്നു വരുവാൻ കഴിയുന്ന, ഏത് ഒതുക്കപ്പെട്ടവനും കടന്നു വരുവാൻ കഴിയുന്ന, എത്ര വലിയ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും കടന്നു വരുവാൻ കഴിയുന്ന, ആശ്വാസം പകരുന്ന